ഹായ് ഹലോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അയാനാമു. നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എഗെയിൻ സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ടൊരു 2-3 ദിവസമായില്ലേ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അങ്ങനെ ഇപ്പോൾ സുഖമല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ കേട്ടങ്ങോട്ട് ഹാപ്പി ആവാന്നേ അല്ലേ. അപ്പോൾ ഇന്നത്തെ കഥയിലേക്കൊക്കെ പോയാലോ. കഥയിലേക്ക് പോകുന്നതിന് മുമ്പേ ഏത് കഥയെന്നും കൂടെ ഞാൻ അറിയിക്കാം. അതിനു മുമ്പേ നമ്മുടെ ടെലിഗ്രൂപ്പിലില്ലാത്തവരൊക്കെ അങ്ങോട്ട് വന്നോളൂ കേട്ടോ. പ്രീമിയം ഗ്രൂപ്പിലേക്ക് തന്നെ അങ്ങ് വന്നോളൂ. കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ സൈറ്റിൻ്റെ കാര്യം ഞാൻ അറിയിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാറുണ്ട് എല്ലാ വീഡിയോയുടെ താഴെയും. ഡൗട്ടുള്ളവർ മെസ്സേജ് അയച്ച് ചോദിച്ചാലും മതി. ഓക്കെ. അപ്പോൾ അവിടെയൊക്കെ നല്ല രസമാണ്, കേട്ടു നോക്ക്. അപ്പോൾ ഇന്നത്തെ കഥ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പത്മാമ്മയുടെ കഥയില്ലേ, അതിൻ്റെ അടുത്ത ഭാഗമാണ്. അപ്പം നമുക്കതങ്ങ് കേട്ടാലോ. അങ്ങനെ ഒക്കെ സംഭവിച്ചു. ഇതൊന്നും കേൾക്കാത്തവർ കഴിഞ്ഞ 3 പാർട്ടും കേട്ടിട്ട് ഇത് കേട്ടോളൂ കേട്ടോ. അങ്ങനെ അടുത്ത ദിവസമായി. ഞാൻ രാവിലെ തന്നെ ഉറക്കം എണ്ണീറ്റതും ഒരു വല്ലാത്ത ഹാങ് ഓവറായിരുന്നു. ഞാനാണെങ്കിൽ മദ്യപിക്കുന്നൊരു വല്ലാത്ത വ്യക്തിയൊന്നും അല്ല. എന്നാലും ഒരു കുപ്പി അങ്ങ് അടിച്ച് അത് ഹാങ് ഓവറായി നിൽക്കുന്നൊരു ഫീലായിരുന്നു എനിക്കത്. തലയൊക്കെ ഒരു വല്ലാത്ത പെരുപ്പ് അനുഭവപ്പെട്ടു. ഞാൻ എണ്ണീറ്റ് അടുക്കളയിൽ പോയി ഒരു ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. കുറച്ച് ആശ്വാസം കിട്ടി. എന്നിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കി. ദൈവമേ, ഒരു 100 മിസ് കോൾ. ഇതാര് ഇത്രയും മിസ് കോൾ ചെയ്യാനെന്ന് നോക്കിയപ്പോഴാണ് വേറെ ആരായിരിക്കും, നമ്മുടെ നായിക പത്മ തന്നെയായിരുന്നു അത്. എൻ്റെ മനസ്സിൽ തോന്നി, ഇനി വിളിച്ചിട്ട് അടുത്ത പ്രശ്നത്തിന് വല്ലതും ആണോ. ഞാൻ അപ്പോഴേക്കും വാട്സപ്പ് തുറന്ന് നോക്കിയപ്പോൾ പത്മേനെ സോറി കിടക്കുന്ന കണ്ടു. മനസ്സിലൊരു ആശ്വാസം വന്നത്. പ്രശ്നത്തിനായിരിക്കില്ല. എന്നാലും പത്മ കാണിച്ചത് ഇപ്പോഴും എനിക്കൊരു വിങ്ങല. പത്മയുടെ ഭാഗത്തു നിന്ന് എന്താ പറയാനുള്ളത് കേൾക്കാനും ഞാൻ തയ്യാറായിരുന്നു. ഇതേ സമയം അർച്ചനയുടെ വീട്ടിൽ. അർച്ചന രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ പണിയെല്ലാം കുറവുണ്ട്. ആ ഒരു സന്തോഷത്തിൽ താഴെ ഇറങ്ങി അമ്മയെ കാണാൻ പോയി. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ പത്മയകത്ത് കിടക്കുന്നുണ്ട്. അർച്ചന പോയി പത്മയെ വിളിച്ചു നിർത്തി. അമ്മേ, എൻ്റെ ഉറക്ക, സമയം എത്രയായി, വല്ല ബോധമുണ്ടോ, എണീറ്റ് വാ അമ്മേ. അപ്പോഴാ പത്മ ഉറക്കം എണീറ്റത് തന്നെ. ഞാൻ വരാം മോളെ. ശേഷം അർച്ചന അടുക്കളയിലേക്ക് പോയി. പത്മ അപ്പോഴൊരു കാര്യം ആലോചിച്ച്, അയ്യോ ഇന്നലെ വിക്കിയെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. പത്മ വാട്സപ്പിലെടുത്ത് നോക്കി, റിപ്ലൈ ഇല്ല. അതും കൂടി കണ്ടതും പത്മയ്ക്ക് ഇരട്ടി ഹാർട്ട് അറ്റാക്ക് വന്നു. മനസ്സിൽ കണക്ക് കൂട്ടി, ദൈവമേ ഇനി അവനെന്തെങ്കിലും കടുങ്ക് ചെയ്താണോ. അവനെ ഒന്ന് കാണാതെ എനിക്ക് സമാധാനം വരുന്നില്ലല്ലോ. ഇന്നലെ ചെയ്തത് ഒരു വലിയ തെറ്റായി പോയല്ലോ. അങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല. പത്മ എണ്ണീറ്റ് മുക്കൊക്കെ കഴുകി ഫ്രഷായി അടുക്കളയിൽ പോയി. അതിനുശേഷം അടുക്കള ജോലികൾ തുടർന്നു. അപ്പോഴും അടുക്കള ജോലികൾ ശ്രദ്ധിക്കാൻ പത്മയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പത്മ അർച്ചനയുടെ അടുത്ത് പോയി പനിയുണ്ടോ, കുറവുണ്ടോ എന്നൊക്കെ നോക്കി. അതിനുശേഷം ചോദിച്ചു, എടീ മിക്കി നിന്നെ വിളിച്ചോ. ഇല്ലമ്മേ, എന്തു പറ്റി. ഒന്നുമില്ല. നീ ഇന്നലെ അവൻ വല്ലാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ തിരക്കിയതാ. അതെ അമ്മേ, എനിക്കിങ്ങനെ തോന്നി. ഞാനവനെ ഫോൺ വിളിച്ച് നോക്കാം. അതിനുശേഷം പത്മ ആഹാരം എടുത്തു വെച്ചു. അർച്ചന കഴിച്ചു കഴിഞ്ഞ ശേഷം TV കാണാൻ പോയി. പക്ഷെ പത്മ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല. പത്മ ആഹാരം കഴിക്കാനെ കൊണ്ട് കളഞ്ഞു. എന്നിട്ട് റൂമിലെത്തി ഫോണെടുത്തു. ഇതേ സമയം ഞാൻ വീട്ടിൽ. ഞാൻ ആഹാരമൊക്കെ എടുത്ത് വെച്ചു. പക്ഷേ എന്ത് ചെയ്യാനാ, ആഹാരം ഇറങ്ങുന്നില്ല. എൻ്റെ ഈ ഒരു പെരുമാറ്റം കണ്ടിട്ട് അമ്മ തന്നെ എന്നോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റിയതാന്ന്, എന്താ ഒന്ന് വല്ലാണ്ടിരിക്കുന്നേ. അമ്മ വന്നെന്നെ തലോടി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല അമ്മേ, എക്സാമിൻ്റെയൊക്കെ ടെൻഷൻ, മനസ്സങ്ങ് ശരിയാവണില്ല, അത്രേ ഉള്ളൂ അമ്മേ. നീ പേടിക്കണ്ട, എക്സാം ഒക്കെ പാസ്സാകും. നീ ആദ്യം ആഹാരം കഴിച്ച് എണീക്കാൻ നോക്ക്. ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ആഹാരം കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ച് മനസ്സ് റെഡിയാക്കാം എന്നിങ്ങനെ കരുതി. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഓണാക്കി GTA 5 ഒക്കെ എടുത്ത് എന്നിട്ട് കരുതി ട്രവറിനെ വെച്ച് എല്ലാത്തിനും വെടിവെച്ച് മിസൈൽ വിട്ട് കൊല്ലാമെന്ന്. അതാകുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ഗെയിം കളിച്ചു തുടങ്ങി. ഒരു 10 മിനിറ്റ് ആയപ്പോൾ എനിക്കൊരു കോള് വന്നു. ആരാ? നമ്മുടെ പത്മ.
ഫോൺ എടുക്കണോ അതോ വേണ്ടേ? എനിക്കൊരു ആത്മധൈര്യം ഇല്ലാണ്ടായി. പക്ഷേ എന്നാലും ഞാൻ ഫോൺ കോൾ എടുത്തു. അപ്പോൾ പത്മ ഇടറിയ ശബ്ദത്തിൽ തന്നെ എന്നോട് പറഞ്ഞു, ഹലോ ഹലോ വിക്കി, എടാ നീ എവിടെയാ? ഹലോ വിക്കി, എടാ നീ എന്താ ഒന്നും പറയാത്തേ? ഞാനപ്പോൾ എന്നൊരു മറുപടി പറഞ്ഞു. വിക്കി, ദേഷ്യപ്പെടല്ല വിക്കി, എനിക്കെന്നെ കാണണം പ്ലീസ്, നീ ഒന്ന് വാ. ഞാൻ താഴെയുള്ള കുളത്തിൻ്റെ അടുത്തുള്ള പാർക്കിലോട്ട് വരാം, നീ എങ്ങോട്ട് വാ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു താല്പര്യമില്ല. പത്മ കരഞ്ഞു പറഞ്ഞു, വിക്കി സോറിയടാ വിക്കി, സോറി പ്ലീസ്. ഞാൻ ആരോടും ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല, നിന്നോടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. അപ്പോഴത്തെ എൻ്റെ ഏതോ ഒരു മണ്ടത്തരത്തെ ഞാനങ്ങനെ ചെയ്തതാ. വിക്കി നീ ഇങ്ങനെ മൗനമായിട്ടിരിക്കല്ലേ പ്ലീസ്. പത്മ കരഞ്ഞു പറഞ്ഞു, എടാ നീ എന്നെ ഇങ്ങനെ ക്രൂശിക്കാതെ സോറി പറഞ്ഞല്ലേ ഞാൻ. പത്മയുടെ ഈ വാക്കുകൾ കേട്ട ശേഷം എനിക്കെന്തോ മനസ്സിലൊരു പാവമല്ലേ, വിട്ടേക്കാം അല്ലെങ്കിൽ ക്ഷമിച്ചേക്കാം എന്നൊക്കെ തോന്നി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ശരി ഞാൻ വരാം പാർക്കിൽ എന്ന്. പത്മ പറഞ്ഞു, ഞാനൊരു അരമണിക്കൂർ അതിനകത്ത് അവിടെ എത്തും, നീയും വരണം. ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. നോക്കാമെന്നോ? എടാ നീ വരണം പ്ലീസ്. ഞാൻ പറഞ്ഞു, ശരി വരാം. എടാ വിക്കി നീ വരാതിരിക്കരുത്, നീ വന്നില്ലെങ്കിൽ നീ എന്നെ ഈ ജന്മത്ത് കാണത്തില്ല. ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തു, അത് ശരി, അപ്പോൾ എന്നെ ഒരിക്കലും കാണരുതെന്ന് പറഞ്ഞതല്ലേ ഇറക്കി വിട്ടേ. പത്മ വീണ്ടും ഫോണിൽ കൂടി കഴിഞ്ഞു, എടാ വിക്കി പ്ലീസ്, ഞാൻ സോറി പറഞ്ഞില്ലേ. ശരി ശരി ഞാൻ വരാം, ഇനി ആ ഒരു പേര് വഴക്ക് വേണ്ട എന്നും പറഞ്ഞ് ഞങ്ങളങ്ങ് ഫോൺ വെച്ചു. അതിനുശേഷം ഞാൻ താഴെ അമ്മയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അമ്മ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എടാ ഞാൻ ഈ ബ്ലൗസ് ഒന്ന് തയ്ക്കാൻ വേണ്ടി താഴെ തയ്യക്കടയിലൊന്ന് പോയിട്ട് വരാം. ശരി അമ്മ പോയിട്ട് വാ, ഞാൻ കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് വരാം. ഒരു കാര്യം പറഞ്ഞാൽ മറന്നുപോയി, നമ്മൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതേ സമയം പത്മ റെഡിയാവാനുള്ള തത്രപ്പാട്ടിലായിരുന്നു. ഞാൻ നേരിട്ട് കാണാമെന്ന് പറഞ്ഞത് പത്മയെ കുറച്ച് ആശ്വാസം നേടിയ കാര്യമായിരുന്നു. റൂമിൽ കയറി കഥയൊക്കെ അടച്ചിട്ടിരുന്ന് അതൊക്കെ മാറ്റി സാരിയൊക്കെ എടുത്തിട്ടു. ഇന്നലെ നടന്ന കാര്യം വേഗം പരിഹരിക്കണം എന്നതായിരുന്നു പത്മയുടെ മനസ്സിൽ. അതുകൊണ്ട് സാരി എങ്ങനെ ഉടുത്ത് എന്നൊന്നും പത്മ ശ്രദ്ധിച്ചില്ല. ആള് വേഗം റെഡിയായ ശേഷം അർച്ചനയോട് പോയി പറഞ്ഞു, എടി നീ എവിടെയാ മോളെ? എന്താമ്മേ? അർച്ചന മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. പത്മ അർച്ചനയെ നോക്കി പറഞ്ഞു, മോളെ ഞാൻ തൊട്ടപ്പുറത്ത് ഈ പൈസ ഒന്ന് കൊടുത്തിട്ട് വരുന്നേ. ശരി അമ്മ പോയിട്ട് വാ. ശേഷം പത്മ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ പത്മയ്ക്കൊരു കടയിൽ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഈ പൈസയും കൊടുക്കാം, അതും കൂടാതെ ഇന്നലെ നടന്നതിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരവും കാണാം. വീട്ടിൽ നിന്നിറങ്ങി താഴേക്ക് ഞാൻ നടന്നു. പോകുന്ന വഴി പത്മയ്ക്ക് കൊടുക്കാനുള്ള പൈസയും ആ കടയിൽ കയറി കൊടുത്തു. പക്ഷേ കടയിൽ നിന്ന് പയ്യൻ പത്മയൊരു വല്ലാത്ത നോട്ടം നോക്കി. അപ്പോഴാണ് പത്മ ശ്രദ്ധിച്ചത്, അതിൻ്റെ വള്ളിയൊക്കെ വെളിയിൽ കാണാം. പത്മ അത് കാണാത്ത ഭാവം നടിച്ചു. എന്നിട്ട് പൈസ കൊടുത്ത ശേഷം അതൊക്കെ ഒന്ന് നേരെ വെച്ച് പത്മ നടന്നു. ഒടുവിൽ ആ പാർക്കിലേക്ക് പത്മ എത്തി. കുറച്ചൊരാൾ അവിടെ ഇരുന്നു. എന്നിട്ട് എന്നെ ഒന്ന് ഫോൺ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തില്ല. വീണ്ടും ഫോൺ വിളിച്ചു പത്മ. ഞാൻ വീണ്ടും ഫോൺ എടുത്തില്ല. പത്മ മനസ്സിൽ കരുതി എനിക്ക് ബൈക്ക് വരുന്നുണ്ടാവും, അതായിരിക്കും ഫോൺ എടുക്കാത്തതെന്ന്. പക്ഷേ സമയം കുറേ നീണ്ടുപോയി. പത്മ എന്നെ മെസ്സേജ് അയക്കാനും ഫോൺ വിളിക്കാനൊക്കെ തുടർന്നു. പക്ഷേ എൻ്റെ ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. പത്മ ഒടുവിൽ ആ പാർക്കിലിരുന്ന് വീണ്ടും കരഞ്ഞു. സമയം വീണ്ടും തുടർന്നു പോയി. അർച്ചന പത്മയെ ഫോണിൽ വിളിച്ചു, അമ്മ എവിടെ പോയിരിക്കുക, എന്താ വരാത്തെ? പത്മയെ മറുപടി കൊടുത്തു, അയ്യോ മോളെ ഞാനൊരു ആൻറ്റിയായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു, ഇപ്പം വരാം. ആണോ അമ്മേ, ശരി ശരി, അത് കഴിഞ്ഞ് വന്നാൽ മതി. അർച്ചന ഫോൺ വെച്ചു. എന്നെ വീണ്ടും പത്മ വിളിച്ചു. എൻ്റെ ഒരു അനക്കവുമില്ല. പത്മ നേരെ ഒരുപാട് അതിക്രമിച്ചെന്ന് മനസ്സിലായി. കനൽ വീണ്ടും പത്മയുടെ കണ്ണിൽ നിന്നും ഇറ്റിറ്റായി വീണു. ഇനി പ്രതീക്ഷയില്ല, ഞാൻ ചെയ്ത തെറ്റ് ദൈവം എനിക്ക് തന്ന ശിക്ഷ തരുന്നതായിരിക്കും എന്ന വിഷമത്തോടെ പത്മ പാർക്കിലിരുന്ന സീറ്റിൽ നിന്ന് എണ്ണീറ്റു. പത്മ കണ്ണടച്ച് മുകളിലേക്ക് നോക്കി. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, ഈ ദിവസവും കടന്നു പോകും. പെട്ടെന്ന് പത്മയുടെ തൊഴിലാരോ കൈവച്ചു. ആളൊന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കി. അപ്പോഴതാ സാക്ഷാൽ ഞാൻ തന്നെ പത്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നെ കണ്ടതും പത്മ ജീവനെ തിരിച്ചു കിട്ടിയ പോലൊരു ഫീലായിരുന്നു. ഒരു വല്ലാത്ത സന്തോഷം.
പത്മയുടെ മുഖത്ത് ഞാനത് ശ്രദ്ധിച്ചു. പക്ഷേ ആ സന്തോഷം പെട്ടെന്ന് മൗനമായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, വീണ്ടും കണ്ടത് സന്തോഷം, നമുക്കിവിടെ ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ബെഞ്ചിലിരുന്നു. പത്മ എന്നോട് ആദ്യം സോറി പറഞ്ഞു. എടാ വിക്കി, സോറി. ഞാൻ അപ്പം തന്നെ മറുപടി പറഞ്ഞു, സോറി ഞാൻ കേട്ടതാ, കാര്യം എന്താന്ന് പറ. എടാ വിക്കി, ഞാൻ ഇന്നലെ അറിയാതെ പറഞ്ഞു പോയതാ, ഞാൻ മനസ്സിൽ വെച്ചല്ല പറഞ്ഞേ. നീ ഒരുപാട് വിഷമിപ്പിക്കുന്ന വാക്കുകളാണ് ഞാൻ പറഞ്ഞ വാക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നും എനിക്കറിയാം. പക്ഷേ എന്നാലും ഞാൻ പറയുക, നിന്നോടൊന്ന് ക്ഷമിക്കടാ പ്ലീസ്. ഈ പത്മയോട് നീ ഒന്ന് ക്ഷമിക്ക്. അങ്ങനെ ഞാൻ അവസാനം പത്മയുടെ മുഖം തിരിച്ച് എന്നിട്ട് പറഞ്ഞു, ശരിയെന്ന്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ആ ഒരു ചാപ്റ്റർ വിട്ടേക്ക്. എനിക്ക് ദേഷ്യമൊന്നുമില്ല. പത്മേനോട് ചോദിച്ചു, സത്യമാണോ? എൻ്റെ കൈതൊട്ട് സത്യം പറ, എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഞാൻ പത്മയുടെ കൈതൊട്ട് പറഞ്ഞു. പത്മയ്ക്ക് മനസ്സിലൊരാശ്വാസം ഇപ്പോഴാണ് വീണത്. പത്മേനോട് ചോദിച്ചു, നീ എന്ത് ചെയ്യാൻ പോവുക? അവനൊന്നും കഴിച്ചായിരുന്നോ? അവന് കഴിക്കാനെടുത്ത് വെച്ചു, പക്ഷേ കഴിക്കാൻ പറ്റിയില്ല. അതും കൂടി കേട്ടപ്പോൾ പത്മയുടെ മനസ്സിൽ വല്ലാതൊരിത്. എൻ്റെ വീട്ടിലേക്ക് വാ, ഞാൻ ഫുഡ് തരാം. ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല പത്മ, നീ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. പത്മ എന്നൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, നീ കഴിക്കുമോ അതോ എന്നോട് കള്ളം പറയുന്നതാ? പത്മയ്ക്ക് ഉറപ്പ് കൊടുത്തില്ല. ഞാൻ കഴിച്ചു കഴിക്കാമെന്ന്. ശേഷം ഞങ്ങൾ അവിടെ നിന്ന് എണ്ണിട്ട് കുറച്ച് മുന്നിലോട്ട് നടന്നു. ഞങ്ങൾ രണ്ടുപേരും പിരിയാൻ നേരം പത്മ അവസാനം എന്തും കൂടി എന്നോട് സോറി പറഞ്ഞു. സാരല്ല പത്മേ, എനിക്ക് മനസ്സിലാവും സാഹചര്യം, നമുക്കിനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, അത് നമുക്കങ്ങോട്ട് മറക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരു ചെറു പുഞ്ചിരിയോടെ അവിടെ നിന്ന് പിരിഞ്ഞു. അതിനുശേഷം വൈകിട്ട് പത്മ എന്നെ ഫോൺ വിളിച്ചു. ഞാൻ ഫോൺ എടുക്കുകയും ചെയ്തു. എടാ, നിനക്ക് എക്സാം ഉടനെ വരികയല്ലേ, ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ, നീ പഠിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു, പഠിച്ചു തുടങ്ങണം, ഇനി ഒരാഴ്ച ഉണ്ടല്ലോ സമയം. ഇനിയും സമയമുണ്ടല്ലോ, നീ എന്തൊക്കെയാണ് പറയുന്നു? മറ്റൊരിക്കൽ വേഗം പോയി പഠിച്ചു തുടങ്ങിക്കോ. പഠിക്കാം, ഇന്നലെ തുടങ്ങാം. അങ്ങനെ കുറച്ച് കൂടി സംസാരിച്ചിട്ട് വിശേഷങ്ങളെല്ലാം പറഞ്ഞ ശേഷം ഞങ്ങൾ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം പത്മ മനസ്സിലാലോചിച്ചു, എനിക്ക് വേണ്ടത്തെ കളിയും ചിരിയും ഒന്നുമില്ല, വളരെ സീരിയസ് ആയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അവൻ്റെ മനസ്സിലിപ്പോഴും വിഷമം കാണും. ചിലപ്പോൾ വിഷമമൊക്കെ മാറാൻ ദിവസങ്ങൾ എടുക്കായിരിക്കും. എന്തായാലും മിക്കിയ പഴയ പോലെ ഒന്ന് കണ്ടാൽ മതി. ശേഷം പത്മ തൻ്റെ ബാക്കി ജോലി കിടന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എക്സാം എടുത്തു. ഞാനും അർച്ചനയും തകർത്ത് പഠിപ്പാം. എക്സാം ആയതുകൊണ്ട് ഞാൻ പത്മയായിട്ടുള്ള സംഭാഷണം വളരെ കുറച്ചു. എന്നാലും എക്സാം തുടങ്ങുന്നതിന് മുമ്പ് പത്മ എന്നെ വിളിച്ച് ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം എല്ലാം നടന്ന് അവസാനത്തെ ദിവസമായി. ഇന്നും കൂടി എക്സാം ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഒരു നരകം ഒഴിഞ്ഞു കിട്ടി. ഇതുവരെയുള്ള എക്സാം എല്ലാം വളരെ എളുപ്പം. അതുപോലെ തന്നെ അർച്ചനയ്ക്കും. അവസാനത്തെ എക്സാം ദിവസം പോകാൻ തയ്യാറെടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ രാവിലെ അമ്മയെ കണ്ടു. അമ്മ എന്നോട് പറഞ്ഞു, അവസാന ദിവസമല്ലേ? അതെ അമ്മ, പോയി നന്നായിട്ട് എഴുതിയിട്ട് വാ. ഞാൻ പറഞ്ഞു, ഞാൻ തകർക്കും. അമ്മ റെഡിയായി നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് വർക്കില്ലല്ലോ, അപ്പം അമ്മ എവിടെ പോവാന്ന്? അമ്മ പറഞ്ഞു, അന്ന് കൊടുത്ത ബ്ലൗസ് ശരിയായില്ല, ഒന്നും കൂടി വീണ്ടും തയ്ക്കാൻ കൊടുക്കണം. ശരിയെങ്കിൽ പോയിട്ട് ശരിയാക്ക്, ഞാൻ ഇറങ്ങാം കോളേജിലേക്ക്. ഞാൻ കോളേജിലേക്ക് ഇറങ്ങി എത്തി. അപ്പം തന്നെ അർച്ചനയെ എത്തിയിട്ടുണ്ടായിരുന്നു. വർഷ ചേച്ചിയായിരുന്നു അർച്ചനയെ കോളേജിൽ കൊണ്ടുവിട്ടത്. ഞാൻ വർഷ ചേച്ചിക്ക് ടാറ്റയും കൊടുത്ത് അർച്ചനയോട് പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ്. ശേഷം ഇന്നത്തെ എക്സാമും കഴിഞ്ഞു. വളരെ ഈസി ആയിരുന്നു. ഞാനും അർച്ചനയും വീണ്ടും കണ്ടുമുട്ടി. എന്നിട്ട് ഞാൻ ചോദിച്ചു, എക്സാമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്താ പരിപാടി? പരിപാടിയൊന്നുമില്ല, ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം. ഞാൻ ഉറക്കിയാൽ മതിയോ നിന്നെ? അയ്യടാ, നല്ല ആള്. അർച്ചനയോട് ഞാൻ ചോദിച്ചു, എടി നമ്മൾ എത്ര ദിവസമായിട്ടൊന്ന് കൂടിയിട്ട്? പിന്നെ നിൻ്റെ അമ്മ ഇപ്പം എന്താ പറയുന്നു? അതെന്താ നീ അങ്ങനെ കേട്ടത്? അല്ല, ആദ്യം നിൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു ദേഷ്യനോട് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ മാറിയോ എന്ന് ചോദിച്ചതാ ഞാൻ. എൻ്റെ പൊന്നോ, അമ്മയ്ക്കിപ്പം തന്നെ വലിയ കാര്യമാണ്. അത് കേട്ടാൽ മതി എനിക്ക്. എന്നിട്ട് ഞങ്ങൾ പോയി ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചു. അപ്പോഴേക്കും വർഷേച്ചി കാറായിട്ട് വന്നു. എന്നിട്ട് ഞങ്ങളെ കണ്ട് ചോദിച്ചു, എക്സൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. വളരെ ഈസിയായിരുന്നു എല്ലാം, ഫുൾ മാർക്ക് പാസ്സാകുമെന്ന് ഞങ്ങളും പറഞ്ഞു. വർഷേച്ചി വന്ന സ്ഥിതിക്ക് ഞാൻ ചേച്ചിക്കൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തു. ഞങ്ങൾ 3 പേരും ആയി കൂടി. ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കി.
രാത്രി അർച്ചന എന്നെ ഫോൺ വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, എടാ എനിക്കിന്നോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ അപർണ എന്നോടിപ്പോൾ സംസാരിക്കുന്നില്ല. അന്നത്തെ സംഭവത്തിന് ശേഷം അവൾ ഒരുപാട് മാറിപ്പോയി. എനിക്ക് ഒന്നും നേരെ പിടികിട്ടുന്നില്ല. നമ്മുടെ പുറകിൽ എന്തൊക്കെയോ വലിയ കളികൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, അവളുടെ കാര്യം പതുക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പെട്ടെന്ന് എടുത്ത് ചാടിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. കുറച്ച് കഴിഞ്ഞപ്പോൾ പത്മയും എന്നെ ഫോൺ വിളിച്ചു. നീ എന്ത് ചെയ്യുക? നിനക്ക് എക്സാം ഈസി ആയിരുന്നോ? ഞാൻ പറഞ്ഞു, അതൊക്കെ വളരെ ഈസി ആയിരുന്നു, എല്ലാം നല്ല മാർക്ക് കൂടി തന്നെ പാസ്സാകും. പത്മയ്ക്ക് അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. എന്നിട്ട് ആൾ പറഞ്ഞു, നീ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വാ, ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പോഴേക്കും ഞാൻ നിന്നെ വിളിക്കാം, നീ വാ. ഞാൻ ശരി വരാമെന്ന് മറുപടിയും പറഞ്ഞു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ മുന്നോട്ട് പോയി. സത്യനാഥൻ എന്നെ ഒരു ദിവസം രാവിലെ ഫോൺ വിളിച്ചു. എടാ മോനെ, നീ ഇന്ന് ഫ്രീ ആണെങ്കിൽ എൻ്റെ വീട്ടിലേക്കൊന്ന് വാ. ഞാൻ പറഞ്ഞു, ഫ്രീ ആണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് വെച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മ നമ്മുടെ സത്യനാഥൻ അങ്കിൾ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ടൊന്ന് വരാമെന്ന്. ശേഷം ഞാൻ ബൈക്കെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. 1/2 മണിക്കൂറിനകത്ത് തന്നെ ഞാൻ പത്മയുടെ വീട്ടിലെത്തി. പത്മയുടെ വീട്ടിൽ ഞാൻ കയറിയപ്പോൾ അവിടെ സത്യനാഥനുണ്ട്, പത്മയുണ്ട്, അർച്ചനയുണ്ട്, കൂടാതെ വർഷ ചേച്ചിയുണ്ട്. എല്ലാവരും കൂടി ഒരു ഗൂഢാലോചനയാണോ എന്ന് സംശയിച്ചു ഞാൻ. എന്നെ കണ്ടത്, മോനെ വന്നിരിക്കുക എന്ന് സത്യനാഥൻ പറഞ്ഞു. ഞാനിത് എന്താ സംഭവം എന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുക. എടാ മോനെ, നിന്നെ ഞാൻ വിളിച്ചത് വേറൊന്നും കണ്ടല്ല. എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ ഭംഗിയായി പോകുന്നുണ്ട്. പക്ഷേ എല്ലാം കൂടി എനിക്ക് താങ്ങാനിപ്പോൾ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ ബിസിനസ് കുറച്ചൊക്കെ ഒരു മാനേജിനൊരാളെ വേണേ, അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു, അയ്യോ അതൊക്കെ ശരിയാവോ, ഞാൻ ഡിഗ്രി പോലും പാസ്സായിട്ടില്ല. സത്യനോട്ടനെ പറഞ്ഞു, ഡിഗ്രിയുടെ തേങ്ങ. അപ്പോൾ നീ PSC എഴുതി കയറാനാണോ നിൻ്റെ പ്ലാൻ? അല്ലാതെ നിനക്ക് ജീവിതത്തിലൊരു വലിയ പൊസിഷൻ എത്തണമെന്നൊന്നും ആഗ്രഹമില്ലേ കുട്ടിയെ? വല്ല PSC എഴുതി കണ്ടവൻ്റെ ഇതിൽ നിൽക്കാൻ നിൻ്റെ തീരുമാനം? ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, ഞാനിപ്പോൾ ഡിഗ്രി എഴുതിയതല്ലേ ഉള്ളൂ, റിസൾട്ട് വന്നിട്ട് പോരെ. സത്യനപ്പോൾ ഉടനെ പറഞ്ഞു, പിന്നെ ലോകത്തെല്ലാവരും ഡിഗ്രിയൊക്കെ ക്വാളിഫൈ ആയിട്ടാണല്ലോ ഓരോന്നൊക്കെ ചെയ്യുന്നതും ജോലിക്ക് കയറുന്നതും. ഞാൻ തിരിച്ചൊന്നും ചെയ്യാൻ പറയാനും നിന്നില്ല. ശരി, എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ വരാം. വെരി ഗുഡ്, നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വർഷ ചെയ്തു തരും. നീ അടുത്ത തിങ്കളാഴ്ച തൊട്ട് തന്നെ ജോയിൻ ചെയ്തോ. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. സത്യനാഥനും വർഷയും ഉള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ പത്മയോട് സംസാരിക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ പത്മയെ നോക്കിയൊരു ചിരി ചിരിച്ചു. പത്മ തിരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. രാത്രി കിടക്കാൻ സമയമായപ്പോൾ പത്മ എന്നെ ഫോൺ വിളിച്ചു. എടാ, ഇന്ന് നടന്ന കാര്യത്തിനൊക്കെ അസൗകര്യമുണ്ടോ? ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അസൗകര്യമൊന്നുമില്ല. അതുമാത്രമല്ല, പെട്ടെന്നൊരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഇതുപോലൊരു പൊസിഷൻ കിട്ടുക, ഒരു ജോബ് കിട്ടുക, അത് വളരെ നല്ലതല്ലേ എന്ന് ഞാൻ കൂട്ടിച്ചേർത്തു. പത്മ എൻ്റെ വാക്കുകൾ കേട്ട് ആശ്വസിച്ചു. ശേഷം ഗുഡ് നൈറ്റും പറഞ്ഞ് ഞങ്ങൾ അങ്ങ് വെച്ചു. വീണ്ടും ഏതാണ്ട് ദിവസം കഴിഞ്ഞ ശേഷം ഒരു വെള്ളി ശനി ഞായറെത്തി. വെള്ളി വൈകിട്ട് പത്മ എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്ത് പത്മ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എടാ വിക്കി, നാളെ നീ വീട്ടിൽ കാണും. എന്തേ? എന്നാ നീ നാളെ ഇങ്ങോട്ട് വാ. ഇവിടെ ബിരിയാണിയാ. ഞാൻ പറഞ്ഞു, അതെയോ, എന്നാൽ ഞാൻ വന്നേക്കാം നാളെ. അത് കേട്ടതും പത്മയ്ക്ക് മനസ്സിൽ വളരെയധികം സന്തോഷമായി. അപ്പോൾ നാളെ തന്നെ നീ എത്തിക്കൊള്ളണം, മറക്കരുത്. ഞാൻ പത്മയോട് ഓക്കെയും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അർച്ചന എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു. അപ്പോഴേക്കും എന്നോടാൾ പറഞ്ഞു, എടാ വിക്കി, ഒരു സന്തോഷ വാർത്തയുണ്ട്, എന്നാലൊരു സങ്കടമായിട്ടുള്ള വാർത്തയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താടി, എന്ത് പറ്റി? അർച്ചന പറഞ്ഞു, എടാ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒരു ഡിപ്ലോമ കോഴ്സ് നോക്കുന്നുണ്ട്. മിക്കവാറും 1 വർഷത്തെ ബിസിനസ് മാനേജ്മെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ബാംഗ്ലൂരായിരിക്കും അഡ്മിഷൻ എടുക്കുക. പക്ഷേ ഒന്നും ഉറപ്പിച്ചില്ല. അഥവാ എന്തെങ്കിലും ഉറപ്പിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ബാംഗ്ലൂരിൽ പോയാൽ നീ എൻ്റെ കൂടെ വരുമോ? അപ്പോൾ നിൻ്റെ ബിസിനസ് നോക്കി നടത്താൻ പറഞ്ഞത് ഞാൻ ഉപേക്ഷിക്കേണ്ടി വരത്തില്ലേ? അച്ഛൻ അത് കേട്ടത്, അയ്യോ അത് ശരിയാ, അച്ഛനപ്പം എനിക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അതിനുശേഷം കുറച്ച് നേരം മറ്റേ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഫോൺ കട്ടാക്കി. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ ഉറക്കാനിട്ട് ഫ്രഷപ്പായി. ശേഷം ഒരു 10 മിനിറ്റിനകത്ത് തന്നെ പത്മ ഫോൺ വിളിച്ചു. എടാ, ഇന്ന് വരുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ വരുന്നുണ്ട്, എന്നാൽ വേഗം വന്നോ. ഞാൻ
അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് അർച്ചന വീട്ടിൽ ഒരു വിരുന്നുണ്ട്. അമ്മേനോട് ചോദിച്ചു, നീ അവളായിട്ട് എങ്ങനെയാ, നന്നായിട്ട് പോകുന്നുണ്ടോ, അതോ വല്ല ടൈം പാസ് ആണോ നിനക്ക്? ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ശരിയായിട്ട് തന്നെയാണ് ഞാൻ അവളെ നോക്കുന്നത്. അമ്മ പറഞ്ഞു, ശരി ശരി, എന്നാ അങ്ങനെ ആവട്ടെ, നീ പോയിട്ട് വാ. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് ബൈക്കും എടുത്ത് പത്മയുടെ വീട്ടിലേക്ക് ഒറ്റപ്പോക്കാം. ഒരു 11 മണിക്ക് മുമ്പ് തന്നെ ഞാൻ അവിടെ എത്തി. പത്മയെ അതുപോലെ തന്നെ അർച്ചനയെ അവിടെ അകത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ അകത്ത് കയറി ചെന്നതും അർച്ചന എന്നെ സ്വീകരിച്ചു. പത്മ ഒരു ചിരിയും. അർച്ചന സാധാരണ ഒരു ചുരിദാർ ഇട്ടിരുന്നു നിന്നത്. പത്മ എന്നെ കുറച്ച് നല്ല ഇതായിട്ട് തന്നെ എടുത്തേക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പത്മ ഇങ്ങനെ കാണുന്നത്. അന്നത്തെ സംഭവത്തിന് ശേഷം ഞാനും പത്മയായിട്ടുള്ള ചെറിയൊരു ടച്ച് വിട്ടുപോയെന്നത് സത്യമാണ്. ആ ടച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണോ എന്ന് ഞാനിങ്ങനെ സംശയിച്ചു. പത്മ പറഞ്ഞു, നിങ്ങളിരിക്കെ, ഞാൻ കുറച്ച് അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഒരു നീല സാരിയായിരുന്നു കേട്ടോ അടുക്കളയിൽ ഇങ്ങനെ പോകുന്നത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആകർഷണം. ഞാൻ മനസ്സിലാലോചിച്ചു, കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞിട്ട് എനിക്ക് പത്മയോട് വീണ്ടും ഒരു ക്രഷ് തോന്നുന്നത്. ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയം തന്നെ അർച്ചന എന്നെ വിളിച്ചു. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താടി, എന്താ കാര്യം? അവൾ പറഞ്ഞു, എടാ, അപർണയുടെ കാലത്തിൽ എനിക്കൊരു തീരുമാനം ഒട്ടനെ അറിയണം. അവൾ എന്നോടിപ്പോൾ സംസാരിക്കുന്നില്ല. ഞാൻ എന്ത് ചോദിച്ചാലും ഒഴിഞ്ഞു പോവുക. ഞാനിന്ന് രാവിലെ അബദ്ധവശാൽ അവളോട് സുധിയുടെ യജത്തിന് കാര്യം ചോദിച്ചു. ഇത് കേട്ടതും ഞാൻ അപ്പം തന്നെ ചോദിച്ചു, നീ എന്ത് കാണിച്ച മണ്ടത്തരല്ലേ ഇത്? പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് വേണ്ടേ ചോദിക്കാൻ? അച്ഛന പറഞ്ഞു, എടാ പറ്റിപ്പോയി, എനിക്ക് അതിനെക്കുറിച്ചൊരു തീരുമാനം അറിയാതെ ഒരു സമാധാനം കിട്ടിയില്ല. കാര്യം ചോദിച്ചതിന് ശേഷം അവൾ പിന്നെ ഒരു അനക്കവുമില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കണില്ല. ആ ശരി, നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നേരെയാക്കാം. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്തായിരുന്നാലും തിങ്കളാഴ്ച ഞാൻ നിൻ്റെ മാനേജർ സ്ഥാനം എടുക്കുമല്ലോ. അതിനുശേഷം പതുക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതുവരെ നീ ഒന്ന് സമാധാനപ്പെടും. അർച്ചന മനസ്സോടെ ശരിയടാ, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. പത്മ അടുക്കളയിലാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഞാൻ അർച്ചനയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എന്താടി കുരുപ്പേ, ഇത്ര ദിവസം നിന്നെ ഒന്നിങ്ങനെ അടുത്ത് കിട്ടിയിട്ട്? അർച്ചന പറഞ്ഞു, എടാ അമ്മ അപ്പുറത്ത് നിൽപ്പണ്ട്, വേണ്ട, ഇത് ശരിയാവില്ല എന്നും പറഞ്ഞെന്നെ തള്ളി മാറ്റാൻ നോക്കി. ഞാൻ വിടുമോ? ഞാൻ വിട്ടില്ല, നല്ല വേണം തന്നെ ഇതാക്കി. എന്നിട്ട് അതങ്ങ് കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു ചൂടിതില്ലേ, അത് അർച്ചനയ്ക്കും കിട്ടി. ഒരുപാട് തവണ നമുക്ക് സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് ഇപ്പോഴും നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങളിങ്ങനെ പിരിതിരിഞ്ഞു. എന്നിട്ട് അർച്ചന തിരിഞ്ഞിതാക്കിയപ്പോൾ ആ നടത്തമൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു പോയി. ആളും തിരിഞ്ഞു നോക്കി എന്നെ ചിരിച്ചു. സമയം താമസിപ്പിക്കാതെ തന്നെ പത്മ ആഹാരം റെഡിയാക്കി. ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ ചെന്നു. എനിക്കും അർച്ചനയ്ക്കും പത്മ ബിരിയാണി കോരി തന്നു. പക്ഷേ ഇപ്പോൾ പത്മയെ കാണാൻ കുറച്ചുകൂടി നല്ല രസമായിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായിട്ട് കാണാം അവിടെ ഇവിടെയൊക്കെ. ഞാനൊരു നിമിഷം ആലോചിച്ചു, എന്നെ കാണിക്കാൻ വേണ്ടിയാണോ ഇതൊക്കെയെന്ന്. അതിനുശേഷം പത്മയും ഞങ്ങളുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിരുന്നു. പത്മയും ഞാനും അർച്ചനയും അങ്ങനെ പല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് കഴിച്ചു. പക്ഷേ പത്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ നീക്കി എനിക്ക് കാണത്തൊക്കെ വീണ്ടിക്കിരിക്കുക. പണ്ടത്തെ അല്ലെങ്കിൽ നേരത്തെ നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഒരു ഫ്ലാഷ് ബാക്ക് പോലെ. കുറച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കണ്ടപ്പോൾ വീണ്ടും ഒരു ഹരം തോന്നി. മനസ്സിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു, കുറച്ചും കൂടി പത്മ ഇങ്ങനെ ഇതാക്കണം. പത്മയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേര് സംസാരിച്ചിരിക്കുക. പത്മ എനിക്കെല്ലാം വീണ്ടും ഓരോന്ന് കാട്ടിത്തൊക്കെ രീതിക്ക് തന്നെ ഇരിക്കുക. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ല സംഭാഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൈയൊക്കെ കഴുകി ഹാളിലിരുന്നു. അപ്പോഴേക്കും പത്മ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ വർഷം ഇങ്ങോട്ട് വരും, തിങ്കളാഴ്ച കയറാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർഷം വന്നിട്ട് എല്ലാ ആളും ചെയ്യും. അതുകൊണ്ട് ഒരിടത്തും പോകണ്ട, കുറച്ച് നേരത്തേക്ക് ഇവിടെ ഇരുന്നു. എന്താ വയ്ക്കി, നിനക്ക് തിരക്കുണ്ടോ എവിടെയെങ്കിലും പോകാൻ? ഞാൻ പറഞ്ഞു, ഇല്ല വർഷേച്ചി, വന്നതിന് ശേഷം പൊക്കോളാം. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വർഷേച്ചി എത്തി. എന്നെ കണ്ടതും ആൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. ഹലോ വിക്കി,
എന്നെ തിരക്കിയിട്ടാണ് ഞാൻ വന്നത്. ശരിക്കും ബിസിനസ്സിലുടനെ കയറാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണ്ടേ? വേഗം വന്നേ. ചേച്ചി എന്നെ പിടിച്ച് സോഫയിലിരുത്തി. എൻ്റെ പേരും വിലാസവും വയസ്സും ആധാർ കാർഡും എല്ലാം ചേച്ചി ലാപ്ടോപ്പിൽ ഏതോ ഒരു രജിസ്റ്ററിൽ ടൈപ്പ് ചെയ്തു. എനിക്ക് കണ്ടിട്ട് തോന്നുന്നു അവരുടെ ഏതൊരു ഓൺലൈൻ സൈറ്റാണ്. പിന്നെ വർഷിച്ച് പറഞ്ഞു, എടാ വിക്കി, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനവിടെ എല്ലാ കാര്യത്തിനും ഓൾറൗണ്ടറായിട്ട് ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് വലിയ പണിയൊന്നും വരത്തില്ല. പക്ഷേ നിന്നെ ശരിക്കും ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൈസ കറക്റ്റ് നീ മാനേജ് ചെയ്യണം. കാരണം ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പണ ഇടപാടുകൾ കറക്റ്റ് നോക്കാൻ പറ്റത്തുള്ളൂ. സത്യനാഥൻ്റെ വിശ്വസ്തൻ ഇപ്പം നീയാ. അതുകൊണ്ട് നീ ഒരു കാര്യം മാത്രം നോക്കി ഇത് ചെയ്താൽ മതി. ബാക്കി ഒരു കാര്യത്തിലും തൽക്കാലം കൈവെക്കണ്ട. ഞാൻ കേട്ടിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ തയ്യാറ് തന്നെയാണ്. ഒരു ആറ്റം ബോംബിൻ്റെ തലയിൽ വീണാലും ഞാൻ ഹാൻഡിൽ ചെയ്യും. അത് കേട്ട ശേഷം വർച്ചേച്ചി പറഞ്ഞു, ഗുഡ്. പക്ഷേ വിക്കി, തിങ്കളാഴ്ച കയറുന്ന കാര്യത്തിൽ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. വിക്കിയുടെ ഓഫീസ് റൂം അവിടെ റെഡി ആയിട്ടില്ല. അപ്പോൾ നീ ഓഫീസ് റൂം റെഡി ആയിട്ട് അവിടെ കയറിയാൽ മതി. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമുക്ക് കയറാം. ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വർച്ചേച്ചി എണ്ണീറ്റ് എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, വെൽക്കം ടു ബിസിനസ് വിക്കി. അപ്പോൾ തന്നെ എൻ്റെ തോളിക്കൂടി വർഷേച്ചി എടുത്ത് കൈ എടുത്ത് വെച്ചു. അപ്പോൾ തന്നെ ഞാൻ പത്മയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു. ആ ഒരു പ്രവൃത്തിയിൽ പത്മയ്ക്ക് പോസസീവ് തോന്നിയോ എന്നെനിക്കൊരു സംശയം. അപ്പോൾ തന്നെ വർഷ എന്നോട് പറഞ്ഞു, നമുക്ക് ഉടനെ തന്നെ കാണാം, ഇപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ഞങ്ങൾ 3 പേരും വർഷേച്ചി യാത്രയാക്കി. അന്നത്തെ ദിവസം അങ്ങനെ പയ്യെ അണഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം എണ്ണീറ്റു. എടുത്തപ്പോൾ പത്മയുടെ മെസ്സേജും അർച്ചനയുടെ മിസ് കോളും. പത്മയ്ക്ക് മെസ്സേജ് ഇങ്ങനെയായിരുന്നു, നിനക്കിപ്പോൾ എന്താ കുറച്ച് അഹങ്കാരമാണല്ലോ, ഭയങ്കര മസിൽ പിടുത്തം, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ റിപ്ലൈ കൊടുത്തു, അയ്യോ ഒന്നുമില്ല, ഇന്നലെ വർഷ വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ മസിൽ പിടിച്ചതാ. എന്നിട്ട് ഞാൻ അർച്ചനെ ഫോൺ വിളിച്ചു. നീ എന്ത് പറ്റി, മിസ് കോൾ ഉണ്ടല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ എൻ്റെ ഡിപ്ലോമയുടെ അഡ്മിഷൻ ബാംഗ്ലൂർ തന്നെ നോക്കി. 1 മാസം മുമ്പേ എനിക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഞാനിതൊക്കെ ദൈവം ഇപ്പോഴേ അറിയുന്നേ. ഞാനത് കേട്ടപ്പോൾ ഞെട്ടി. എന്നാ നീ എപ്പോൾ ബാംഗ്ലൂർ തിരക്കുമെന്ന് ഞാൻ ചോദിച്ചു. അർച്ചന അതിന് മറുപടി പറഞ്ഞു, എടാ മിക്കവാറും അടുത്ത ആഴ്ച തന്നെ ഞാൻ അങ്ങോട്ട് പോകും. ഇത് കേട്ടതും മനസ്സിലെന്തൊരു വല്ലായ്മ. ഇത്രയും നാളും അർച്ചനൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ. പെട്ടെന്ന് അവൾ ദൂരെ പോകുന്നു എന്ന് കേട്ടപ്പോൾ മനസ്സിനാരോ ഒരു ഭാരം കൊണ്ടിട്ട പോലെ. ഞാൻ സമ്പൂർണ്ണ ധൈര്യം മനസ്സിലെടുത്ത് പറഞ്ഞു, ഇനി സാരമില്ല, എന്തായിരുന്നാലും 1 വർഷമല്ലേ കോഴ്സ്, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാമല്ലോ. കൂടാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ വരാം, നമുക്ക് അവിടെ നിന്ന് അടിച്ചു പൊളിക്കാം. ഞാൻ അർച്ചനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഞാൻ കാപ്പി കുടിക്കാനിരുന്ന നേരവും എനിക്ക് കാപ്പി നേരെ ഇറങ്ങുന്നില്ല. അന്ന് പത്മ ദേഷ്യപ്പെട്ടപ്പോഴും ഇങ്ങനെയായിരുന്നു. അർച്ചന പോകുന്നതിൻ്റെ ഒരു വിഷമം തന്നെയാണ് മനസ്സിൽ. എന്നാലും ഞാൻ എന്നെ സ്വയം ആശ്വസിപ്പിച്ചു. ബാംഗ്ലൂരിൽ പോയാൽ എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി ഓരോ പരിപാടി കാട്ടിക്കൂട്ടാലോ എന്നാലോചിച്ചപ്പോൾ മനസ്സിലൊരു ആശ്വാസം തോന്നി. അതിനുശേഷം ഞാനൊരു വിധം കാപ്പിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് എണ്ണീറ്റു. എന്നിട്ട് ഫുട്ബോളൊക്കെ ഒന്ന് ഞാൻ കളിക്കാൻ പോയി. ഒരു ഗോളൊക്കെ അടിച്ചു. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് ഞാൻ മനസ്സ് നിറയാക്കാൻ നോക്കി. രാത്രി കിടക്കുന്ന സമയം നേരെ ഉറക്കം വരുന്നില്ല. അർച്ചനയുടെ കാര്യം ഓർത്തും അതുപോലെ തന്നെ പത്മയുടെ കാര്യവും ഓരോന്നിങ്ങനെ ഓർത്തപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. മനസ്സിലൊരു പേടി വന്നു തുടങ്ങി. എന്തോ വലിയ കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. വേണ്ട, കൂടുതലൊന്നും ചിന്തിക്കണ്ട, ദൈവമേ എന്നോർത്ത് ഞാൻ കിടന്നുറങ്ങാം. അടുത്ത ദിവസം ഞാൻ അർച്ചനയുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നതും പത്മയെ കണ്ടേ. എന്നോട് പത്മ പറഞ്ഞു, അർച്ചന നിന്നെ വിളിച്ചിരുന്നല്ലോ, മുറിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനാ, നീയും കൂടി അവളെ ഒന്ന് സഹായിക്കുക. അത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, പിന്നെന്താ, ഞാൻ സഹായിക്കാം. ഞാൻ അർച്ചനയുടെ മുറിയിലേക്ക് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോൾ പത്മ ചോദിച്ചു, എടാ വിക്കി. സ്റ്റെപ്പിൽ നിന്നൊന്ന് തിരിഞ്ഞു നോക്കി പത്മയെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു പത്മ എന്നോട്, എടാ നീ എനിക്ക് ടാസ്ക് ഇരുന്നതൊക്കെ നിർത്തിയോ? എൻ്റെ മുഖത്തൊരു പുഞ്ചിരി വന്നു. എന്നാലും പരമാവധി ഞാനത് കാണിച്ചില്ല. ഞാൻ താഴെ സ്റ്റെപ്പ് ഇറങ്ങി പത്മയുടെ അടുത്തേക്ക് പോയി. പത്മ ഡോറിൻ്റെ അടുത്ത് ചാരി നിന്നു. ഞാൻ അടുത്ത് പോയി ചേർന്ന് നിന്നിട്ട് കുറേ ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഒരു സ്പാർക്ക് വരുന്ന പോലെ എനിക്ക് തോന്നി. ഞങ്ങൾ 2 പേരും മൗനമായിട്ട് നിന്നു. കൂടാതെ ചുറ്റും പെട്ടെന്ന് നിശബ്ദത കൊണ്ട് നിറഞ്ഞു. ഞാൻ പത്മയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എടി പത്മേ, നിനക്ക് ഞാൻ തരുന്നുണ്ട്. ടാസ്ക് മാത്രമല്ല, പലതും ഞാൻ നിനക്ക് തരും. പക്ഷേ ഇപ്പോഴല്ല.
എന്നിട്ട് ഞാൻ പത്മയുടെ അങ്ങനെ ചേർത്തതാക്കിയിട്ട് അർച്ചനൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ ശരിക്കും കാണിച്ചതാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ അത് ചെയ്ത കാര്യത്തിൽ നിന്നെ ഞാൻ ഒരുപാട് ശിക്ഷകൾ കൊണ്ട് പൊതിയും മോളെ, നീ നോക്കി വെച്ചോ. പത്മ എൻ്റെ ഒരു ഇതിൽ നിന്നിട്ട് ചാടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുമോ? എന്നിട്ട് പത്മ പറഞ്ഞു, സോറി, ഞാൻ അറിയാതെ. ഞാൻ മുഴുവൻ പറയാൻ സമ്മതിച്ചില്ല. അതിനിടയിൽ തന്നെ ഞാൻ പത്മയോട് പറഞ്ഞു, വാ തുറന്നു പോകരുത്, നിനക്ക് തരാനുള്ള ഡോസ് ഞാൻ തന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്നിട്ട് ആളുടെ ഒരു ഇത് ഞാനങ്ങ് പിടിവിട്ടു. ആ ഒരു വീർപ്പ് മുട്ടലിൽ നിന്ന് പത്മയ്ക്കൊരാശ്വാസമായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്തായിരുന്നാലും അർച്ചനയുടെ കാര്യം ഞാൻ നോക്കിയിട്ട് വരാം. ഞാൻ അർച്ചന റൂമിൽ പോയിട്ട് പത്മയുടെ കസാരയിലിരുന്നു. ഞാൻ പിടിച്ച പിടിയിൽ നല്ല വേദന എടുത്തിട്ടുണ്ട് പത്മയ്ക്ക്. ഒരു 5 മിനിറ്റ് തടവിയ ശേഷം പത്മ എണീറ്റു. ഞാൻ അവളുടെ റൂമിൽ പോയതും അർച്ചന എന്നെ ഓടി വന്നതാക്കി. ഞാനും അർച്ചനയും ചെറുതായിട്ടൊരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുത്തു. എടാ വിക്കി, നമുക്ക് എത്ര നാൾ ഇതുപോലെ താട്ടിരിക്കാൻ പറ്റും? അത് കേട്ടതും ഞാനും ഒന്ന് മൗനമായി. എന്നിട്ട് പറഞ്ഞു, നീ പേടിക്കാതെടി, ബാംഗ്ലൂരിലേക്ക് ഞാൻ വരാം ഇടയ്ക്കിടയ്ക്ക്, നമുക്കവിടെ കറങ്ങാനൊക്കെ പോകാം, പിന്നെ എന്തോ ആവാമല്ലോ. കൂടാതെ അവിടുത്തെ ഇരട്ടി മധുരം ഞാൻ എടുക്കുകയും ചെയ്യും, നിനക്ക് തരുകയും ചെയ്യും. അപ്പോഴേക്കും താഴെ നിന്ന് പത്മയുടെ വിളി വന്നു. അർച്ചന താഴേക്ക് പോയി. എന്നിട്ട് പത്മ അർച്ചനയോട് പറഞ്ഞു, മോളെ, ഞാൻ അപ്പുറത്തെ കടയിൽ പോയിട്ട് വരാം, നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ നിൽക്ക്, ഞാൻ ഉടനെ തന്നെ വരാം. അതും പറഞ്ഞ് പത്മ പുറത്തേക്ക് പോയി. അർച്ചന റൂമിലേക്ക് തിരിച്ചു വന്നു. ഞാൻ ചോദിച്ചു, എന്തേടി അതിനെ വിളിച്ചേ? അത് അമ്മ അപ്പുറത്തെ കടയിൽ പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഞാൻ നീ മാത്രമല്ലേ ഈ വീട്ടിൽ? അർച്ചന പറഞ്ഞു, അതേലോ, ഞാൻ നീയും മാത്രം. അപ്പം തന്നെ ഞാൻ അർച്ചനയുടെ അടുത്തേക്ക് വന്നു. ഇതിനടുത്തെത്തിയപ്പോഴാണ് അർച്ചനയ്ക്ക് കാര്യം കത്തിയത്. അർച്ചന അവിടെ നിന്ന് എണീറ്റ് ഓടാൻ നോക്കിയത്. ഞാൻ അവളെ ഇങ്ങനെ ഇതാക്കി ഇട്ട് പൊക്കിയെടുത്ത് കട്ടിക്കൊണ്ടിട്ടിട്ട്, ഒരവസരം കിട്ടിയാൽ അത് നമുക്ക് മുതലാക്കണ്ടേടാ. പക്ഷെ അർച്ചന പറഞ്ഞു, എടാ വേണ്ടടാ, ഇതൊന്നും ശരിയാകത്തില്ല, അമ്മ ഏത് നിമിഷം തിരിച്ചു വരും. ആ തിരിച്ച് വരുമ്പോഴല്ലേ, അതുവരെ നമുക്ക് എൻജോയ് ചെയ്യാടി. എന്നാലും വേണ്ട വിക്കി, എനിക്ക് പേടിയാവുന്നു. അർച്ചനോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചെറുതായിട്ട് കൊടുത്തു തുടങ്ങി. വേണ്ട, പേടിയാവുന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഞാൻ അവസരം മുതലെടുക്കാൻ തന്നെ കരുതി. നീ ഉടനെ പോവല്ലേ, ഇനി എപ്പോഴാണ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ, കാണുന്നവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് വേണ്ടേ എന്നും പറഞ്ഞ് വീണ്ടും ഓരോന്ന് കാട്ടിക്കൂട്ടാൻ തുടങ്ങി. മിക്കി, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യൂടാ. അങ്ങനെ 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 പിന്നെ അവിടെ എന്തായിരിക്കും? അത് തന്നെ ഞാനും അവളുമായിട്ട് തക്കറുപ്പിനൊരു പരിപാടി തന്നെയായിരുന്നു. ഒരു 5-10 മിനിറ്റ് അപ്പോഴേക്കെന്തേ മോളെ എന്നൊരു വിളി. ആരാ? നമ്മുടെ പത്മ. അത് കേട്ടപാടെ ഞാൻ എണ്ണീറ്റ് എൻ്റെ എല്ലാം എടുത്തിട്ടു. പക്ഷേ ആൾക്ക് എണ്ണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ആ 10 മിനിറ്റ് തന്നെ. അങ്ങ് സ്വർഗ്ഗത്തിൽ തന്നെ പറയാം. എന്നിട്ട് ഞാൻ ആളെ പിടിച്ച് വാഷ്റൂമിലേക്ക് വല്ല വിധന തിരികെ കയറ്റി ഡ്രസ്സും എടുത്ത് കൈ കൊടുത്തു. അപ്പോഴാണ് എനിക്ക് ശരിക്കും ആശ്വാസമായത്. എന്നിട്ട് ഞാൻ താഴേക്ക് പോയി പത്മയെ കണ്ടു. പത്മ എന്നെ കണ്ടതും, ആ വിക്കി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ഇല്ല, കുറച്ചും കൂടെ ഒതുക്കാനുണ്ട്. ശരി, എന്നാൽ നടക്കട്ടെ. എടാ, നീ കഴിച്ചായിരുന്നോ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചോറ് കഴിക്കാം. ഞാൻ പറഞ്ഞു, കുറച്ച് കഴിയട്ടെ, ഇനിയും ജോലിയുണ്ട്. അതിനുശേഷം അർച്ചന അവളുടെ കാലിലെ വിറയിലും തരിപ്പും ഒക്കെ മാറി ഉടുപ്പൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ താഴെ ഇരിപ്പുണ്ടായിരുന്നു. അർച്ചന താഴേക്ക് വന്നെൻ്റെ അടുത്ത സോഫയിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, എടാ വിക്കി, ഇങ്ങനെ ഒന്നിനും വയ്യ, ഞാൻ തളർന്നു. പിന്നെ ആവട്ടെ, പിന്നെ ഒതുക്കമല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പത്മ ചോറൊക്കെ എടുത്ത് വെച്ചു. 3 പേരും വീണ്ടും ഒരു ദിവസം കൂടി ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അന്ന് രാത്രി ഞാൻ കിടക്കാൻ നേരം മനസ്സിലാലോചിച്ചു, അർച്ചനയായിട്ടുള്ള അവസാനത്തെ കൂടിക്കാഴ്ച ആയിരിക്കുമോ ഇന്ന് നടന്നത്? മനസ്സിൽ ഒരേ സമയം സന്തോഷമുണ്ടെങ്കിലും എവിടെയോ ഒരു സങ്കടം ഉള്ളിലുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നാളെ അർച്ചന ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. തലേന്ന് രാത്രി അർച്ചന ഫോൺ വിളിച്ച് ഒരുപാട് കരഞ്ഞു. ഞാൻ പരമാവധി ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഡെയിലി വീഡിയോ കോൾ വിളിക്കാമെന്ന് ഉറപ്പും കൊടുത്തു. ഉടനെ തന്നെ കാണണമെന്നും ഞാൻ അവളെ പറഞ്ഞ് വീണ്ടും കാണാമെന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു.
എടാ വിക്കി, നാളെ രാവിലെയാണ് പോകുന്നത്. നീ എൻ്റെ വീട്ടിലേക്കപ്പോൾ വരണം. വർഷേച്ചി എന്നെ കാറിൽ കൊണ്ടുപോകും ബാംഗ്ലൂരിൽ. ഞാൻ പറഞ്ഞു വരാം, നാളെ രാവിലെ തന്നെ വരാം. എന്നിട്ട് കുറച്ചിനും കൂടി ഞങ്ങൾ ഫോൺ സംസാരിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തു. എനിക്ക് പിന്നെ ഉറങ്ങാൻ നേരം പറ്റിയില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ചു കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കാം, അപ്പോൾ എല്ലാം പതിയെ പതിയെ കിട്ടുമെന്ന് ഞാൻ എവിടെയോ വായിച്ച് കേട്ടിട്ടുണ്ടേ. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ എപ്പോഴോ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ ചാടി എണ്ണീറ്റ് പെട്ടെന്നൊരുങ്ങി. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് അർച്ചന ബാംഗ്ലൂർക്ക് പോകുന്നേ, ഞാനൊന്ന് അവിടേക്ക് പോയിട്ട് വരാം. അപ്പം അമ്മ എൻ്റെ കയ്യിലൊരു പൊതി തന്നു വിട്ട് പറഞ്ഞു, അവൾക്ക് കൊടുക്ക്, കുറച്ച് ചോക്ലേറ്റാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അന്നും പറഞ്ഞ് പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ് തന്നെ അർച്ചനയുടെ വീട്ടിലോട്ടെത്തി. വർഷേച്ചി എല്ലാവരും നിൽക്കുന്നുണ്ട്. അർച്ചനെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പില്ല. ഞാൻ വന്ന ഉടനെ തന്നെ അമ്മ എനിക്ക് തന്നുവിട്ട ചോക്ലേറ്റ് ഞാൻ അർച്ചനയ്ക്ക് കൊടുത്തു. ആൾ താങ്ക്സ് പറഞ്ഞു. എന്നിട്ട് വർഷേച്ചി പറഞ്ഞു, എടാ വിക്കി, നിൻ്റെ ഓഫീസ് ഒരു 5 ദിവസത്തിനകത്ത് റെഡിയാകും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ, ഞാൻ വിളിക്കാം. മോളെ അർച്ചനെ, വേഗം പോവാം, ബാ. ഞാൻ പത്മയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു. മകൾ പോകുന്നതിൻ്റെ വിഷമം ഒരുപാടുണ്ട്. ജീവനിൽ തുന്നം സ്നേഹിച്ചതല്ലേ, അപ്പോൾ എനിക്ക് തോന്നി സ്വാഭാവികമായിട്ട് വിഷമം കാണുമല്ലോ. അവസാനം എല്ലാം ബാഗൊക്കെ എടുത്ത് ഞാനും വർഷേച്ചിയും കൂടി കാറിൻ്റെ ഡിക്കിയിലേക്ക് വെച്ചു. അർച്ചന പത്മയെ ഇതാക്കി. ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും, അമ്മ വിഷമിക്കണ്ടെന്നും പറഞ്ഞു. ഇറങ്ങുന്ന സമയത്ത് രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. ആ കാഴ്ച കണ്ട് ശരിക്കും എനിക്ക് സങ്കടം തോന്നി. എന്നിട്ട് വർഷേച്ചി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കരയാതെ, നമ്മൾ ദൂരത്തൊന്നുമല്ലോ പോകുന്നത്, തൊട്ടടുത്ത ബാംഗ്ലൂരിലല്ലേ. അവസാനം ഞാൻ വർഷേച്ചിയും കൂടെ സമാധാനിപ്പിച്ച് രണ്ടുപേരെയും. എന്നിട്ട് ആൾ കാറിലേക്ക് കയറി. പുറകെ അർച്ചനയും. പത്മയ്ക്കും എനിക്കും ടാറ്റ തന്നു. കാറ് പതിയെ മുന്നോട്ടെടുത്തു. ഒടുവിൽ നമ്മളെ രണ്ടുപേരെയും വിട്ട് അർച്ചന അകന്നു. ആ രംഗം കണ്ട് പത്മ സ്റ്റെപ്പിലിരുന്നു പോയി. അവളെ അങ്ങനെ അകന്നു പോകുന്നതും കണ്ട് എൻ്റെ മനസ്സും വീണു. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് പത്മ. എനിക്കറിയാൻ കണ്ണുനീരില്ല, എല്ലാം വറ്റിപ്പോയിട്ടുണ്ട്. പത്മ ഇപ്പോൾ ആ മരവിച്ച അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞു, വിഷമിക്കാതെ, ഞാനുണ്ടല്ലോ കൂടെ. ഞാൻ പത്മയെ എണ്ണീപ്പിച്ച് അകത്തെ സോഫയിൽ കൊണ്ടുപോയി ഇരുത്തി. തൊട്ടടുത്ത് ഞാനിരുന്നു. ആ വലിയ വീട്ടിൽ ഇപ്പോൾ ഞാനും പത്മയും ഒറ്റയ്ക്കാണ്. ആ വീട്ടിൽ പത്മ ഒറ്റയ്ക്കാണെന്ന് തോന്നൽ വരാതിരിക്കാൻ ഞാൻ പത്മയുടെ കൈ കോർത്ത് പിടിച്ചു. അപ്പം തന്നെ പത്മ എന്നെ നോക്കി. ഞാൻ തിരിച്ച് പത്മയെ നോക്കി. ആ നോക്കലോടുകൂടി നമ്മുടെ കഥ ഇവിടെ തീരാതെ തീരുകയാണ്. ഇതിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് വരും കഥയിൽ കണ്ടറിയാം കേട്ടോ. അപ്പോൾ കഥകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ എന്തെന്നാ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വരുന്നവരെ ബൈ.